ഭൂമിയും പണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും വാഴും ജീവനിൽ തങ്ങളുടെ യുഗയുഗമായും പണിയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. മരണം മാറും വാഴും ജീവനിൽ തങ്ങളുടെ യുഗയുഗമായും. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എങ്ങും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർ പിന്തുടേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർ പിന്തുടേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35-ാം സങ്കീർത്തനം 24-ാം വാക്യം. എൻ്റെ ദൈവമായ യഹോവേ, നിൻ്റെ നീതിപ്രകാരം എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ. ദൈവിക നീതിക്കും ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വേണ്ടിയുള്ള ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയായി ഈ വാക്യത്തെ നമുക്ക് കാണാം. തൻ്റെ നീതിയെ ന്യായീകരിച്ചും എതിരാളികളുടെ ദ്രോഹകരമായ സന്തോഷമില്ലാതാക്കിയും ദൈവത്തിൻ്റെ നീതി പ്രകടമാക്കി തനിക്ക് വേണ്ടി ഇടപെടണമെന്ന് ദാവീദ് ആഗ്രഹിക്കുന്നു. ദാവീദ് ദൈവത്തിൻ്റെ പൂർണ്ണമായ നീതിയിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്ന ഒരു വിധി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ശത്രുക്കൾ തൻ്റെ കഷ്ടപ്പാടിൽ ദുഷ്ടമായ സന്തോഷം നിമിത്തം ദാവീദ് അനുഭവിക്കുന്ന വേദനയും അപമാനവും ഈ ഭാഗം എടുത്ത് കാണിക്കുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, ദൈവം നീതിമാനാണെന്നും ആത്യന്തികമായി നീതിമാന്മാരെ ന്യായീകരിക്കുമെന്നുമുള്ള അറിവിൽ വിശ്വാസികൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയിൽ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ദാവീദിൻ്റെ മാതൃക നമുക്കും സ്വീകരിക്കാം. പ്രാർത്ഥിക്കാം. പ്രതികൂലരുടെ മധ്യത്തിൽ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.